നിങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു കിടിലൻ ഐഡിയ വന്നിട്ടുണ്ടോ? ആ ഒരൊറ്റ ആശയം അതെങ്ങനെയാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ ബിസിനസ്സായി മാറുന്നത്? ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യമാണിവിടെ കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് നൂതനാശയത്തിന്റെയും സർഗാത്മകതയുടെയും ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ നല്ല അടിപൊളി ഐഡിയകൾ തോന്നാറില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് അതിൽ വിരലിലെണ്ണാവുന്ന കുറച്ചെണ്ണം മാത്രം കോടികൾ വിലമതിക്കുന്ന ബിസിനസ്സുകളായി മാറുന്നത്? എന്താണ് ഒരു വ്യത്യാസം? ശരി, നമുക്കതൊന്ന് നോക്കാം. അതിന്റെ ഉത്തരം സത്യം പറഞ്ഞാൽ രണ്ട് വാക്കുകളിലുണ്ട്: സർഗാത്മകത, പിന്നെ നൂതനാശയം. അതായത് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും. ഇത് രണ്ടും ഒരു വണ്ടിയുടെ എഞ്ചിനും സ്റ്റിയറിംഗ് വീലും പോലെയാണ്. ഒന്ന് പവർ കൊടുക്കുമ്പോൾ മറ്റേതതിന് ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ആ സംരംഭകത്വ യാത്ര ശരിക്കും മുന്നോട്ട് കുതിക്കുന്നത്. ഈയൊരു വാചകം നോക്കൂ. പുതിയതായി ഒരെണ്ണം ചിന്തിക്കുന്നത് മാത്രമല്ല, അത് ചെയ്യുന്നതാണ് ഇന്നൊവേഷൻ. എത്ര ശരിയാണല്ലേ? ലോകത്തെ മാറ്റിമറിച്ച ഏതൊരു കണ്ടുപിടുത്തവും എടുത്തു നോക്കൂ. എല്ലാം തുടങ്ങിയത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. പക്ഷേ ആ ചിന്തയെ പ്രവൃത്തിയിലേക്ക് മാറ്റിയവർ, അവരാണ് ചരിത്രം സൃഷ്ടിച്ചത്. അതാണ് യഥാർത്ഥ ഇന്നൊവേഷൻ. ശരി, അപ്പൊ അടുത്ത സെക്ഷൻ ചിന്തയും പ്രവൃത്തിയും. നമുക്ക് ഈ വാക്കുകളെ ഒന്ന് നിർവചിക്കാം. നമ്മളീ പറഞ്ഞ ക്രിയേറ്റിവിറ്റിക്കും ഇന്നൊവേഷനും എന്തൊക്കെയാണ് റോളുകളെന്ന് വ്യക്തമാക്കാം. ഒന്ന് ചിന്തയും മറ്റത് പ്രവൃത്തിയുമാണെന്ന് പറഞ്ഞു, അല്ലേ? അവ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ ആദ്യം സർഗാത്മകത. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായി ചിന്തിക്കാനും പുതിയ ഒറിജിനൽ ഐഡിയകൾ ഉണ്ടാക്കാനുമുള്ളൊരു കഴിവാണത്. അതായത് മറ്റുള്ളവരൊക്കെ ഒരു പ്രശ്നം കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒരു അവസരം കണ്ടെത്തുന്നു. ഒരു ചിത്രകാരന്റെ ഒഴിഞ്ഞ ക്യാൻവാസ് പോലെ ആലോചിച്ചു നോക്കൂ. മനസ്സിൽ പുതിയ ആശയങ്ങൾ വരയ്ക്കുക. നിലവിലുള്ള പ്രശ്നങ്ങളെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ടാക്സി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു ആപ്പ് ഉണ്ടാക്കിക്കൂടാ എന്ന് ആദ്യമായി ഒരാൾ ചിന്തിച്ചില്ലേ? അതാണ് സർഗാത്മകത. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്നൊവേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻവസിൽ വരച്ച ചിത്രം യാഥാർത്ഥ്യമാക്കുന്ന പണിയാണ് ഇന്നൊവേഷൻ. അതായത് ആ ടാക്സി ആപ്പ് എന്ന ഐഡിയയില്ലേ, അത് വെറുമൊരു ചിന്തയായി നിർത്താതെ ഒരു കോഡിംഗ് ടീമിനെ കണ്ടെത്തി ഡ്രൈവർമാരുമായി സംസാരിച്ച് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഐഡിയയെ വർക്ക് ചെയ്യിക്കുക. ഈ താരതമ്യം ഒന്ന് നോക്കൂ. ഇത് ശരിക്കും സംഭവം സിമ്പിളാക്കും. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പാചകക്കുറിപ്പ്, അതായത് ഒരു റെസിപ്പി പോലെയാണ്. എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അതിൽ പറയും. എന്നാൽ ഇന്നൊവേഷനോ, അത് ആ റെസിപ്പി നോക്കി വിഭവം ശരിക്കും പാകം ചെയ്ത് നമ്മുടെ മുന്നിൽ കഴിക്കാൻ കൊണ്ടുവയ്ക്കുന്നത് പോലെയാണ്. കണ്ടില്ലേ വ്യത്യാസം? ഒന്ന് വെറും ചിന്ത, മറ്റേത് ആ ചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവൃത്തി. ഓക്കെ, അപ്പോ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. പ്രവർത്തനത്തിനുള്ള രൂപരേഖ. ഇന്നൊവേഷന്റെ 4 ഘട്ടങ്ങൾ. ഐഡിയ കിട്ടി, ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? പലരും വിചാരിക്കും ഇന്നൊവേഷൻ എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മാജിക് ആണെന്ന്. അല്ല, ഇതാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ചിട്ടയായ ഒരു പ്രോസസ്സാണ്. നമുക്ക് ആ ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോ ചോദ്യം ഇതാണ്: നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കിടിലൻ ഐഡിയയെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? എങ്ങനെ അതിനെ യാഥാർത്ഥ്യമാക്കാം? അതിനൊരു സീക്രട്ട് ഫോർമുലയുണ്ട്. ഇന്നൊവേഷന്റെ 4 പ്രധാന സ്റ്റേജുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ഇതാണ് വിജയത്തിലേക്കുള്ള ആ 4 സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത് ഐഡിയേഷൻ, അതായത് ആശയരൂപീകരണം. പറ്റാവുന്നത്ര ഐഡിയകൾ കണ്ടെത്തുക, പ്രശ്നങ്ങൾ തിരിച്ചറിയുക. 2 പ്രോട്ടോടൈപ്പിംഗ്. കിട്ടിയ ഐഡിയയുടെ ഒരു ചെറിയ മോഡൽ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഉണ്ടാക്കി നോക്കുക. 3 ടെസ്റ്റിംഗ്. ഈ ഉണ്ടാക്കിയ മോഡൽ ആളുകളെ കാണിച്ച് അഭിപ്രായം ചോദിക്കുക, ഫീഡ്ബാക്ക് വാങ്ങുക. അവസാനം 4ാമത്തെ സ്റ്റെപ്പ് സ്കെയിലിംഗ്. ടെസ്റ്റിംഗിൽ സംഭവം ക്ലിക്കായാൽ അതിനെ വലിയ രീതിയിൽ, ഒരുപക്ഷെ ലോകം മുഴുവൻ എത്തിക്കുക. സിമ്പിൾ അല്ലേ? ശരി, അടുത്തത് ഒരു ചെറിയ വരയിൽ നിന്ന് രാജ്യവ്യാപകമായ ഒരു ആപ്പിലേക്ക്. ഒരു കേസ് സ്റ്റഡി. ഈ പറഞ്ഞ 4 സ്റ്റെപ്പുകളൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് കാണിക്കാൻ നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഉദാഹരണം നോക്കാം. നമ്മൾ സംസാരിക്കുന്നത് സ്വിഗ്ഗിയെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ഫോണിൽ ഈ ആപ്പ് ഉണ്ടാകും, അല്ലേ? 2014 തുടങ്ങിയ ഈയൊരു സ്റ്റാർട്ടപ്പ് ഇന്ത്യക്കാർ ഭക്ഷണം കഴിക്കുന്ന രീതിയെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചു. അപ്പോൾ അവരുടെ ഈ വിജയത്തിനു പിന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 ഘട്ടങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കിയാലോ? അപ്പോ 1ാം ഘട്ടം ഐഡിയേഷൻ.
ഏതൊരു വലിയ ബിസിനസ്സിനെയും പോലെ ഇതും തുടങ്ങിയത് വളരെ സിമ്പിളായൊരു പ്രശ്നത്തിൽ നിന്നാണ്. എന്തായിരുന്നു ആ പ്രശ്നം? വിശക്കുമ്പോൾ നല്ല ഭക്ഷണം, അതും വേഗത്തിൽ വിശ്വസിച്ച് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരിടം. ഈ ഒരു ബുദ്ധിമുട്ടിന് ഒരു ടെക്നോളജി വെച്ചുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് സ്വിഗ്ഗി എന്ന ആശയം ഉണ്ടാകുന്നത്. അടുത്തത് സ്റ്റേജ് 2 ആൻഡ് 3, പ്രോട്ടോടൈപ്പിംഗും ടെസ്റ്റിംഗും. അവർക്ക് ഐഡിയ കിട്ടിയ ഉടനെ ഇന്ത്യ മുഴുവൻ ഡെലിവറി തുടങ്ങുകയല്ല ചെയ്തത്. പകരം ബാംഗ്ലൂരിലെ കോരമംഗല എന്ന ഒരു ചെറിയ ഏരിയയിൽ മാത്രം തുടങ്ങി. അവിടുത്തെ ആളുകൾക്ക് ഡെലിവറി കൊടുത്തു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, ഫീഡ്ബാക്ക് വാങ്ങി. അങ്ങനെ അവരുടെ സിസ്റ്റത്തിലുണ്ടായിരുന്ന തെറ്റുകളൊക്കെ തിരുത്തി സംഭവം പെർഫെക്റ്റാക്കി. അങ്ങനെ ആ ചെറിയ പരീക്ഷണം ഒരു വലിയ വിജയമായപ്പോൾ അവർക്ക് നല്ല ധൈര്യമായി. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങി ഓരോ മെട്രോ നഗരങ്ങളായി കീഴടക്കി ഇന്ന് രാജ്യത്തെ ചെറിയ ടൗണുകളിൽ വരെ സ്വിഗ്ഗി എത്തി. ഇതാണ് ശരിക്കുള്ള സ്കേലിംഗ്. അപ്പോ സ്വിഗ്ഗിയുടെ വിജയരഹസ്യം എന്താണെന്ന് ഈ ടേബിൾ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ ക്രിയേറ്റീവ് ഐഡിയ എന്തായിരുന്നു? നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും വേഗത്തിൽ അത് നിങ്ങളുടെ കയ്യിലെത്തിയാലോ എന്നതായിരുന്നു ആ ചിന്ത. എന്നാൽ അവരുടെ ഇന്നൊവേഷൻ എവിടെയായിരുന്നു? ആ ചിന്തയെ AI, GPS, ലോക്കൽ ലോജിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു തകർപ്പൻ ഡെലിവറി ആപ്പാക്കി മാറ്റിയ ആ ഒരു എക്സിക്യൂഷനിലാണ്. കണ്ടില്ലേ, ക്രിയേറ്റിവിറ്റിയും ഇന്നൊവേഷനും ഒരുമിച്ചപ്പോ സംഭവിച്ചത്? ശരി, അപ്പോൾ അടുത്ത ഭാഗം ഇന്നൊവേറ്ററുടെ ടൂൾ കിറ്റ്, അതായത് അത്യാവശ്യമായി വേണ്ട ചില കഴിവുകൾ. ഒരു ഐഡിയയെ യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രോസസ് മാത്രം മതിയോ? പോരാ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കും ചില പ്രത്യേക കഴിവുകൾ വേണ്ടേ? ഇന്നൊവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംരംഭകന് വേണ്ട ആ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല സംരംഭകന്റെ കയ്യിൽ എപ്പോഴും ഒരു ടൂൾ കിറ്റ് വേണം. അതിലെ പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ക്രിട്ടിക്കൽ തിങ്കിംഗ്, അതായത് പ്രശ്നത്തിന്റെ അടിവേര് വരെ ചെന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, തന്റെ ഐഡിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒരു ടീമിനെ ഒരുമിച്ച് നിർത്താനും ഇത് വേണം. അടുത്തത് തീരുമാനമെടുക്കാനുള്ള കഴിവ്. എല്ലാ വിവരങ്ങളും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പോലും ധൈര്യമായി തീരുമാനമെടുക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം. പിന്നെ ഡാറ്റ അനാലിസിസ്, കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മാർക്കറ്റിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. അവസാനമായി റിസോഴ്സ്ഫുൾനെസ്, അതായത് എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ആ ഒരു മിടുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമ്മുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കാം. എന്താണ് നിങ്ങളുടെ വലിയ ആശയം? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകം മുഴുവൻ അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതിനു മുൻപ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വിത്ത് പോലെയാണ്, നമ്മുടെ മനസ്സിൽ മുളപൊട്ടുന്ന ആശയങ്ങൾ. എന്നാൽ ഇന്നൊവേഷനോ? അത് ആ വിത്തിനെ വളർത്താൻ വേണ്ട സൂര്യപ്രകാശവും വെള്ളവുമാണ്. ഇവ രണ്ടും ശരിയായ അളവിൽ ചേരുമ്പോഴാണ് സംരംഭകത്വം എന്ന വലിയ മരം വളർന്നു പന്തലിക്കുന്നത്. എപ്പോഴും ഒന്നോർക്കുക, നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ പ്രശ്നവും ശരിക്കും പറഞ്ഞാൽ വേഷം മാറി വരുന്ന ഓരോ അവസരങ്ങളാണ്. ഒരു യഥാർത്ഥ സംരംഭകൻ പ്രശ്നങ്ങളെയല്ല, അതിനുള്ളിലെ അവസരങ്ങളെയാണ് കാണുന്നത്. അപ്പോ നിങ്ങളുടെ കണ്ണുകളെ തുറന്നു പിടിച്ചോളൂ, ചുറ്റുമൊന്നു നോക്കൂ. നിങ്ങൾ പരിഹരിക്കാൻ പോകുന്ന അടുത്ത വലിയ പ്രശ്നം ഏതായിരിക്കും?